ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന ചാപ്റ്ററിലെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക് ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, അപ്പൊ ആദ്യം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്ന് അറിയണം, അതിനുശേഷം വേണം നമ്മൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എഴുതാൻ വേണ്ടി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കിയാലോ, ടൈംലി ജനറേഷൻ ഓഫ് ഡിസയേർഡ് റിപ്പോർട്ട്സ്. ഓക്കെ, നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണല്ലേ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സ് യഥാസമയത്ത് കൃത്യസമയത്ത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യസമയത്ത് നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്ത് തരും. സെക്കൻഡ് പോയിന്റ് എന്താണ്? എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പിംഗ്. നമ്മുടെ ഡാറ്റയൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കുന്നു. അടുത്ത പോയിന്റ് എന്താണ്? സേവ്സ് ടൈം ആൻഡ് മണി. ഇപ്പൊ നമ്മൾ മാനുവലി ഒരു അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സമയം നമുക്ക് ലാഭിക്കാൻ എന്തിലൂടെ സാധിക്കുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് മണിയും നമ്മുടെ പണവും ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു മാനുവലി നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് 2-3 ആൾക്കാരെ വെക്കുന്നവിടെ ഇവിടെ നമുക്ക് എന്ത് മതി? ഒരാളെ വെച്ച് തന്നെ നമുക്ക് ഈ അക്കൗണ്ട്സ്, ആ ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മണിയും ടൈമും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സേവ് ചെയ്ത് തരുന്നു. അപ്പൊ അതും ഒരു മെറിറ്റ് ആണ്. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻ. ഇപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവരുടെ കണക്കുകൾ എല്ലാവരെയും കാണിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റുന്നതാണോ? അല്ല. അപ്പൊ അവരുടെ ഡാറ്റ, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസിന്റെ ഡാറ്റ അല്ലെങ്കിൽ അക്കൗണ്ട്സ് രഹസ്യമായി സൂക്ഷിക്കാൻ നമ്മളെ ആര് സഹായിക്കുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ. നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ? അപ്പോൾ മാനുവലി ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആര് ചെയ്തു തരും? കമ്പ്യൂട്ടർ തന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു തരും. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു മെറിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്. അടുത്ത പോയിന്റ് എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. ഇത് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ഫീച്ചേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ട്രാൻസ്പെറൻസി, റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ഫീച്ചർ തന്നെ നമുക്ക് എന്തായിട്ട് വന്നു? മെറിറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി എന്താണ്? നമ്മുടെ ഡാറ്റ സുതാര്യമായതും വിശ്വാസ്യതയോട് കൂടിയിട്ടുള്ള ഇൻഫർമേഷൻസും ആണ് നമുക്ക് ആര് തരുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്? ആക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. കൃത്യമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ആണ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ 7 പോയിന്റ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ CAS എന്ന് പറയുന്നതിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അപ്പൊ ഈ ഒരു 7 പോയിന്റ് നന്നായി മനസ്സിലാക്കി തന്നെ വേണം എഴുതാൻ. നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പോയിന്റ്സുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ? ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് 3 മാർക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, അപ്പൊ മെറിറ്റ്സ് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഡിമെറിറ്റ്സ് നോക്കിയാലോ? ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡേഞ്ചർ ഓഫ് ഹാക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റ നമുക്ക് കളവ് പോവാൻ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് കളഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ഡാറ്റ ഹാക്കേഴ്സ്, നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഹാക്കിംഗ് ഒക്കെ നമ്മൾ പൊതുവേ കേട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പോൾ ഡാറ്റ ഹാക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു അക്കൗണ്ട്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഡിമെറിറ്റ് ആണ്. അടുത്ത എന്താണ്? പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി. സാങ്കേതിക തകരാറുകളൊക്കെ, ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു അല്ലെങ്കിൽ സിസ്റ്റം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട്സിനെ അത് ബാധിക്കും അല്ലെ? അടുത്ത എന്താണ്? നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ സിസ്റ്റം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അത് ഒട്ടുമിക്കവർക്കും ഇപ്പൊ അറിയുന്നതാണ്. പക്ഷെ എല്ലാ സോഫ്റ്റ്വെയർസും എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയുന്ന ഒരാളായിരിക്കും, ആ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്ന ഒരാളെ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നം നമുക്ക് എന്തിനെ ബാധിക്കുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ ബാധിക്കുന്നു. അടുത്തത് എന്താ? ചാൻസസ് ഓഫ് ഡാറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്.
പല കാരണങ്ങളാൽ നമ്മുടെ എന്ത് നഷ്ടപ്പെടാം സാധ്യതയുണ്ട്? ഡാറ്റാസ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഡാറ്റയൊക്കെ നഷ്ടപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും സിസ്റ്റം അപ്ഡേഷൻസ് വന്നു, അപ്പൊ നമ്മുടെ ഡാറ്റ അതിനകത്തുനിന്ന് കളഞ്ഞു പോയി, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ എന്തിനെ ബാധിക്കും? അക്കൗണ്ട്സിനെ ബാധിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. അടുത്തത് എന്താ? ഫാസ്റ്റർ ഒബ്സലൻസ് ഓഫ് ടെക്നോളജി വിച്ച് ലീഡ്സ് ടു സ്ക്രാപ്പിംഗ് ഓഫ് ഹെവി ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾഡ് വേർഷൻ ആയിരിക്കാം. ഇപ്പൊ നമുക്ക് ന്യൂ വേർഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ ഒക്കെ അത് ബാധിക്കാൻ സാധ്യത ഏറെയാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി അല്ല വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിനെ ട്രെയിൻ ചെയ്തെടുക്കണം അല്ലെ? സോഫ്റ്റ്വെയർ എന്താണ് എന്നുള്ളത് ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പൊ അതിനുള്ള കോസ്റ്റ് ഒക്കെ ആര് വഹിക്കേണ്ടി വരും? ബിസിനസ് തന്നെ വഹിക്കേണ്ടി വരും. അപ്പൊ അതൊരു ഡീമെറിറ്റ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. അടുത്ത പോയിന്റ്, അതായത് ലാസ്റ്റ് പോയിന്റ് എന്താണ്? അൺപ്രോഗ്രാംഡ് ആൻഡ് അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് ദാറ്റ് കാനോട്ട് ബി ജനറേറ്റഡ് ഫ്രം ദ സിസ്റ്റം. ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും? ഇല്ല. നമ്മൾ എന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ റിപ്പോർട്ട്സ് നമ്മൾ അതിനകത്ത് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്ത് തരാൻ സാധിക്കില്ല. സിസ്റ്റത്തിന് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്ത് തരാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. 7 പോയിന്റ്സ് നമ്മൾ മെറിറ്റ്സിലും 7 പോയിന്റ്സ് നമ്മൾ ഡിമെറിറ്റ്സിലും പറഞ്ഞു. അപ്പൊ 3 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അപ്പോൾ ഈ പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. എല്ലാ കാലത്തും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പോർഷൻ ആയ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്നും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം AIS ഉം MIS ഉം എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.